To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമുക്കിന്ന് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്റർ പഠിക്കാം. എന്തൊക്കെയാണ് ഇതിലെ സ്റ്റേജസ്? നമുക്കിതിനെ രണ്ടായിട്ട് തരംതിരിക്കാം, ഇന്റർഫേസും എം ഫേസും. ഇനി നമ്മുടെ എം ഫേസിനെ കുറിച്ച് പറഞ്ഞാൽ എം ഫേസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ആദ്യം നടക്കുന്നത് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് അഥവാ കാരിയോകൈനസിസ് എന്നുള്ളതാണ്. കാരിയോ മീൻസ് ന്യൂക്ലിയസ്, കൈനസിസ് മീൻസ് ഡിവിഷൻ. മറ്റേതോ സൈറ്റോകൈനസിസ്. സൈറ്റോ മീൻസ് സെല്ല്, സൈറ്റോപ്ലാസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൈനസിസ് മീൻസ് നമ്മുടെ ഡിവിഷൻ. അപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ന്യൂക്ലിയസ് ആദ്യം ഡിവൈഡ് ചെയ്യുന്നത്? കാരണം ഇപ്പോൾ ഒരു സെല്ല് ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് വിചാരിക്കാം. വെറുതെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോട്ടർ സെൽസിൽ ഒരാൾക്ക് ന്യൂക്ലിയസ് കാണും, ഒരാൾക്ക് ന്യൂക്ലിയസ് ഇല്ല, അത് ഡൈ ചെയ്യും, അല്ലേ? അതായത് ജീവിച്ചിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സെല്ലിൽ നിന്ന് ഒരു സെല്ല്, നമുക്ക് ഒരു സെല്ലിൽ നിന്ന് രണ്ട് സെല്ല് വേണം. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യും? ആദ്യം ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു സെല്ല് രണ്ട് ന്യൂക്ലിയസ്, എന്നിട്ട് നമ്മുടെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. ഓരോ സെല്ലിനും ഓരോ ന്യൂക്ലിയസും കൂടി കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ എം ഫേസ്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാരിയോകൈനസിസിനെ കുറിച്ച് പഠിക്കാം. എസ് ഫേസിന്റെ സമയത്ത് നമ്മുടെ ന്യൂക്ലിയസിനകത്ത് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതേ സമയത്ത് സൈറ്റോപ്ലാസത്തിൽ മറ്റൊരു ഓർഗനലായ സെൻട്രോസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. സെൻട്രോസോം എന്ന് പറയുന്നത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന രണ്ട് സെൻട്രിയോൾസ് ചേർന്നുള്ള ഒരു ഓർഗനലാണ്. ഇത് ഡിവൈഡ് ചെയ്തിട്ട് ഒരു കോപ്പി കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് എം ഫേസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അതും എം ഫേസിലെ കാരിയോകൈനസിസ്, അതായത് ആദ്യം ന്യൂക്ലിയർ ഡിവിഷനാണ് നടക്കുന്നത്, അല്ലേ? അപ്പോൾ അതിന് 4 സ്റ്റേജസ് ഉണ്ട്: പ്രോഫേസ്, മെറ്റഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഇത് ഓർഡർ തന്നെ നിങ്ങൾ ഓർത്തു വയ്ക്കണം. അപ്പോൾ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് നമ്മൾ സാധാരണയായിട്ട് PMAT എന്ന് ഓർത്തു വയ്ക്കാറുണ്ട്. P ഫോർ പ്രോഫേസ്, M ഫോർ മെറ്റാഫേസ്, A ഫോർ അനാഫേസ്, T ഫോർ ടീലോഫേസ്. കാരണം ഈ ഓർഡറിൽ ഓർത്തിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ടീലോഫേസ്, അനാഫേസ്, പ്രോഫേസ്, മെറ്റാഫേസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ആ ഒരു ഓർഡറിൽ തന്നെ പറയണം. അപ്പോൾ വളരെ രസകരമായ, നിങ്ങൾക്ക് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ നിമോണിക്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എടുക്കുക. അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരമായിരിക്കും. അപ്പോൾ ഇതിനിപ്പോൾ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, നമുക്ക് ഓരോ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. കാരണം എന്താ പറയുക, പ്രോഫേസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതാണ് നടക്കുന്നത്, നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയണം. എന്തെന്ന് വെച്ചാൽ ഈ മൈറ്റോസിസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയോസിസ് പഠിക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊരു ബയോളജി സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ എന്തായാലും ബയോളജി ഓപ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾ പോകുന്ന ഹയർ സ്റ്റഡീസിൽ ബയോളജി ഉണ്ടെങ്കിൽ എത്ര കാലം നിങ്ങൾ ബയോളജി പഠിച്ചാലും, ഏത് രീതിയിൽ പഠിച്ചാലും, അത് മെഡിക്കൽ ആയിക്കോട്ടെ വേറെ രീതിയിലായിക്കോട്ടെ, ഇതൊക്കെ ചില ബേസിക് തിങ്സ് ആണ്. അതായത് നമ്മൾ ഈ ബയോമോളിക്യൂൾ പഠിച്ച കുറേ കാര്യങ്ങൾ, എൻസൈം, DNA സ്ട്രക്ചർ, അടുത്ത 12th നിങ്ങൾ പഠിക്കാൻ പോകുന്ന കുറേ DNAയുടെ ഒരു മോളിക്കുലർ ജെനറ്റിക്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. പ്ലസ് ഈ സെൽ ഡിവിഷനൊക്കെ ഒരു ബയോളജിയുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. ഇതൊന്നും അറിയാതെ നിങ്ങളൊരു ബയോളജി സ്റ്റുഡൻ്റ് ആയിട്ട് ഇരിക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ മാർക്ക് എത്ര സ്കോർ ചെയ്തോട്ടെ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ അതിൻ്റെ ആ ഡെപ്തിൽ നിങ്ങൾ കാര്യം എന്തെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. നമുക്ക് പ്രോഫേസിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു സെല്ലാന്ന് വിചാരിക്കുക, അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് ആദ്യമായിട്ട് നമുക്ക് എന്താ ഉള്ളത്? നമ്മുടെ DNA, ഇങ്ങനെ ത്രെഡ് ലൈക്ക് DNA ആണ് ഉള്ളത്. ഈ DNA എസ് ഫേസിന്റെ സമയത്ത് എന്ത് ചെയ്തു? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഉണ്ടായ കോപ്പിയാണ് ഞാൻ ഈ റെഡ് ലൈനിൽ വരയ്ക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും എത്രയുണ്ട്? ഒരു ബ്ലാക്കും ഒരു റെഡും ഉണ്ട്, അല്ലേ? ഇതിപ്പോൾ ഒരു ത്രെഡ് പോലെ ഡിവൈഡ് ചെയ്യാത്ത സെല്ലിൽ കാണും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രൊമാറ്റിൻ മെറ്റീരിയൽ. ഇനി പ്രോഫേസ് തുടങ്ങുമ്പോഴാണ് ഈ ക്രൊമാറ്റിൻ മെറ്റീരിയൽ കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോം, റോഡ് ഷേപ്ഡ് ക്രോമസോം ആയിട്ട് മാറുന്നത്. ഇങ്ങനെ കോയിൽ ചെയ്ത് ഹൈലി കോയിൽഡാണ്. ഈ കോയിലിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ അടുത്ത വർഷം പഠിക്കും, എങ്ങനെയാണ് DNA പാക്കിങ് ചെയ്യുന്നതെന്നൊക്കെ. ഞാനിപ്പോൾ ഒരു ലെയറാണ് വരയ്ക്കുന്നത്, ഒരു ആമാണ് വരയ്ക്കുന്നത്. ആമിനെ പറയുന്ന പേരെന്താണ്? ക്രൊമാറ്റിഡ്. മറ്റേത് ഞാൻ റെഡ് വെച്ച് വരയ്ക്കുന്നു, കാരണം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നിങ്ങളുടെ ആദ്യത്തെ ഒരു DNA തന്നെയാണ്, പക്ഷെ അതിന് ഒരു കോപ്പിയും കൂടെ വന്നു, കണ്ടന്റ് ഡബിളായി. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഒരു ജോയിനിങ്. ആ സാധനത്തിന് എന്ത് പറയും? സെൻട്രോമിയർ, അല്ലേ? ഒരു കൺസ്ട്രക്ഷൻ, പ്രൈമറി കൺസ്ട്രക്ഷൻ അഥവാ സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വരയ്ക്കുന്നത്. ഇനി ഇവിടെ 2 കൈനറ്റോകോർ ഈ സൈഡിലുണ്ട്. ഓക്കെ, ഇനി ഈ സമയത്ത് ഒരു കാര്യം കൂടെ സംഭവിക്കും. രണ്ടാമത് നടക്കുന്നത് എന്താണ്? നമ്മുടെ എസ് ഫേസിൽ ഡിവൈഡ് ചെയ്ത സെൻട്രിയോൾസ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്ത് അവരിവിടെ ഇങ്ങനെ പൊസിഷൻഡ് ആവും. ഇനി ഇതിൽ നിന്ന് കുറച്ച് മൈക്രോ ട്യൂബ്യൂൾസ് പുറത്തു വരും.
ആ മൈക്രോ ട്യൂബിൾസിനെ പറയുന്ന പേരാണ് ആസ്റ്റർ. അതിൻ്റെ കൂടെ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഡോട്ടർ സെൻട്രിയോൾസിനെ കണക്ട് ചെയ്യുന്ന കുറച്ച് ഫൈബേഴ്സ് ഉണ്ട്, സ്പിൻഡിൽ ലൈക്ക് ഫൈബേഴ്സ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് സ്പിൻഡിൽ ഫൈബേഴ്സ്. അപ്പോൾ ഈ ആസ്റ്ററും സ്പിൻഡിൽ ഫൈബേഴ്സും കൂടി ചേർന്ന് പറയുന്ന പേരാണ് സ്പിൻഡിൽ അപ്പാരറ്റസ്. അപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. സെൻട്രിയോൾസ് മൂവ് ടു ഓപ്പോസിറ്റ് പോൾ. സെൻട്രിയോൾസ് രണ്ട് ഓപ്പോസിറ്റ് പോൾസിൽ പോയിട്ട് എന്ത് സംഭവിക്കുന്നു? അവിടുന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, പ്രോഫേസിന്റെ അവസാനം ആകുമ്പോഴേക്കും ഈ ന്യൂക്ലിയർ മെംബ്രെയിനൊക്കെ അങ്ങ് അപ്രത്യക്ഷമാവും. ന്യൂക്ലിയർ മെംബ്രെയിനൊപ്പം തന്നെ ചില ഓർഗനൽസ് ആയ ന്യൂക്ലിയോലസ് ഓർഗനൽ അല്ല, ന്യൂക്ലിയസിനകത്ത് കാണുന്ന ന്യൂക്ലിയോലസ്, പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ഒക്കെ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഇവയെല്ലാം അങ്ങ് അപ്രത്യക്ഷമാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രോഫേസിൽ നടക്കുന്നത്. 3 എണ്ണം നമ്പർ ഇട്ട് പഠിച്ചു വയ്ക്കുക. ത്രെഡായിട്ട് കിടക്കുന്ന ക്രൊമാറ്റിൻ മെറ്റീരിയൽ കണ്ടൻസ് ചെയ്ത് റോഡ് ഷേപ്ഡ് ക്രോമസോമായി തുടങ്ങും. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത സെൻട്രിയോൾസ് 2 പോൾസിൽ പോയിട്ട് സ്പിൻഡിൽ ഫൈബർ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻസ്, ന്യൂക്ലിയോലസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ് ഇവരെല്ലാം അങ്ങ് അപ്രത്യക്ഷമാകും. മൈറ്റോസിസിലെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ ഒരു സ്റ്റേജാണ് പ്രോഫേസ് എന്ന് പറയുന്നത്. ഇനി പ്രോഫേസിനെ തുടർന്ന് വരുന്ന സ്റ്റേജാണ് മെറ്റാഫേസ്. ഓൾറെഡി നമ്മുടെ ക്രോമസോംസ് ഇവിടുന്ന് സെൻട്രിയോൾസിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നു. നമ്മുടെ ക്രോമസോംസ് എല്ലാം കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഏറ്റവും കൂടുതൽ കണ്ടൻസേഷൻ നടക്കുന്നത് നമ്മുടെ ഈ ഒരു മെറ്റാഫേസ് സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ ക്രോമസോമിന്റെ ഘടന പഠിക്കാൻ ആഗ്രഹമുള്ളവർ മെറ്റാഫേസ് സ്റ്റേജിലുള്ള ക്രോമസോം പഠിക്കുന്നതാണ് ഉത്തമം. അതാണ് മാക്സിമം കണ്ടൻസ്ഡ് സ്റ്റേജ്. ഇനി ഞാൻ പറഞ്ഞു ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് ഇവിടെ ഓരോ കൈനറ്റോകോർ ഉണ്ട്. അതായത് ഒരു ക്രോമസോം ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു ബട്ടൺ പോലെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതാണ് കൈനറ്റോകോർ. അത് സ്പിൻഡിൽ ഫൈബറിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ സൈഡിലും സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്യും ഇങ്ങനെ. അപ്പോൾ അതാണ് ആദ്യം നടക്കുന്നത്. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു ദ കൈനറ്റോകോർ. കൈനറ്റോകോർ 2 സൈഡിൽ കാണുന്നതാണ്. ഇനി ഇത് കഴിയുമ്പോൾ ഇവിടെ ഒരു ടഗ് ഓഫ് ആർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 2 സൈഡിൽ നിന്ന് വലിച്ച് ഇതെല്ലാം കൂടി ഒരു ലൈനിൽ കൊണ്ടുവരും. ആരാ ഇത് കൊണ്ടുവരുന്നത്? നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ്. അങ്ങനെ എല്ലാം കൂടി ഒരു ലൈനിൽ വന്ന് അറേഞ്ച് ചെയ്യും. അതായത് ഇക്വേറ്റർ ഓഫ് ദി സെൽ, അതായത് സെല്ലിന്റെ സെന്ററിൽ എല്ലാം ഒറ്റ ലൈനായിട്ട് അറേഞ്ച് ചെയ്യും. അതായത് ഒരു 46 ക്രോമസോം ഉണ്ടെങ്കിൽ 46ഉം ഒരൊറ്റ സിംഗിൾ ലൈനായിട്ട് അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണ് മെറ്റാഫേസിൽ സംഭവിക്കുന്നത്. അപ്പം മെറ്റാഫേസിൽ 2 കാര്യങ്ങൾ നടക്കുന്നു. സ്പിൻഡിൽ ഫൈബേഴ്സ് കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം സ്പിൻഡിൽ ഫൈബേഴ്സ് അലൈൻ ക്രോമസോംസിനെ ഒരു ഇക്വേറ്ററിൽ അലൈൻ ചെയ്ത് നിർത്തുന്നു. ഇത് രണ്ടുമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഓർക്കേണ്ട ഒരു കാര്യം, ഹയർ പ്ലാന്റ്സിൽ ആസ്ട്രൽ ഫോർമേഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ അനാസ്ട്രൽ മൈറ്റോസിസ് എന്ന് പറയും. ആനിമൽസിൽ ആസ്ട്രൽ ഫോം ചെയ്യും, അതുകൊണ്ട് ആസ്ട്രൽ മൈറ്റോസിസ് എന്ന് പറയുന്നു. ഇനി അടുത്ത സ്റ്റേജ് ഏതാണ്? നെക്സ്റ്റ് ഈസ് നമ്മുടെ അനാഫേസ് സ്റ്റേജ്. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഫേസ് ആണ്. ലോങ്ങസ്റ്റ് ആണ് പ്രോഫേസ്, ഏറ്റവും ഷോർട്ടസ്റ്റ് ആണ് അനാഫേസ്. അനാഫേസിന്റെ സമയത്ത് ഇവരിപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുകയല്ലേ, ഇനി അവർ 2 സൈഡിൽ നിന്ന് അങ്ങ് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഒട്ടിയിരിക്കുക, അപ്പോൾ അതിനെയും കൂടി ഇങ്ങ് വലിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ സെൻട്രോമിയറിൽ നടുക്ക് വെച്ചങ്ങ് സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആയിട്ട് ഒരു ഹാഫ് ഇങ്ങോട്ടും ഒരു ഹാഫ് ഇങ്ങോട്ടും വരും. അതിനെയാണ് നമ്മൾ അനാഫേസ് എന്ന് പറയുന്നത്. അതായത് ഇതിപ്പോൾ ഓൾറെഡി ഒരു DNA ഉണ്ടെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത പാർട്ടാണ് അല്ലേ. അപ്പോൾ ഇവൻച്വലി 2 വശത്തും ഒരേ കണ്ടന്റ് ആണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു പദപ്രയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൊമാറ്റിഡ്സ് ഓഫ് എ ക്രോമസോം സെപ്പറേറ്റ് അല്ലേ. ക്രോമസോമിൻ്റെ 2 ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. കാരണം മയോസിസിൽ ഡിഫറൻസ് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ക്രോമസോം ഉണ്ടെങ്കിൽ 4 ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് 4 ഡോട്ടർ ക്രോമസോം ഇങ്ങോട്ടും 4 ഡോട്ടർ ക്രോമസോം മറ്റേ പോളിലേക്കും പോയി. അപ്പോൾ ഈക്വൽ നമ്പർ വീണ്ടും ആയില്ലേ? ആയി. ഇനി വരുന്നതാണ് ലാസ്റ്റ് സ്റ്റേജ്, ടീലോഫേസ്. അപ്പോൾ നമ്മുടെ ക്രൊമാറ്റിഡ്സ് ഇവിടെ എത്തി. ഇനി ഇത് ഡീകണ്ടൻസ് ചെയ്ത റോഡ് ഷേപ്പ് ഒക്കെ കളഞ്ഞ് ഡീകണ്ടൻസ് ചെയ്ത് എന്തായിട്ട് മാറി? നമ്മുടെ ക്രൊമാറ്റിൻ മെറ്റീരിയൽ ആയിട്ട് മാറി. ശരിക്കും ടീലോഫേസ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പ്രോഫേസിൽ എന്ത് പറഞ്ഞു അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ടീലോഫേസ്. അപ്പോൾ ആദ്യം ക്രൊമാറ്റിൻ മെറ്റീരിയൽ കണ്ടൻസ് ടു ഫോം ക്രോമസോം. ഇവിടെ ക്രോമസോം എന്തായി? ഡീകണ്ടൻസ് ചെയ്ത് ക്രൊമാറ്റിൻ മെറ്റീരിയൽ ആയി. സെൻട്രിയോൾസ് മൂവ് ടു ഓപ്പോസിറ്റ് പോൾസ്. ഇവിടെ സെൻട്രിയോൾസ് ഡിസപ്പിയർ ചെയ്യും. ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ്, ER ആൻഡ് ഗോൾഗി അപ്പാരറ്റസ് ദേ ഡിസപ്പിയർ. ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ്, ഗോൾഗി അപ്പാരറ്റസ്, ER എല്ലാം റീഅപ്പിയർ. ഇത്രയാണ് നമ്മുടെ കാരിയോകൈനോസിസിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്.
നിങ്ങൾ ഈ ലെസൺ വീഡിയോസ് കാണുമ്പോൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കൂടുതൽ ഓഡിയൻസിലോട്ട് റീച്ച് ചെയ്യാൻ എനിക്ക് കഴിയും. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.